ഏവർക്കും സൈക്കോ ക്രിക്കറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നലത്തെ കളി എന്ന് പറഞ്ഞാൽ പഞ്ചാബ് കിങ്സും അതുപോലെ രാജസ്ഥാൻ റോയൽസുമാണ്. സഞ്ജു സാംസൺ നായകനായി തിരിച്ചെത്തിയ ആദ്യ മത്സരമായിരുന്നു ഇന്ന്. അദ്ദേഹത്തിനൊരു വിജയത്തോടു കൂടി തന്നെ തുടങ്ങാൻ ഇന്ന് സാധിച്ചു. ഇന്നത്തെ ഗ്രൗണ്ടിലെ ഏറ്റവും വലിയൊരു ടോട്ടൽ എന്ന് പറഞ്ഞാൽ 177 ചേസ് ചെയ്ത ഏറ്റവും വലിയ ടോട്ടൽ എന്ന് പറയുന്നത്. അവർ നല്ല സ്റ്റാർട്ടിങ് തന്നെ, ഒരു കരുതലോടെയാണ്. സഞ്ജു സാംസൺ സാധാരണ ഹാർഡ് ഹിറ്റിങ്ങിനാണ് തയ്യാറാവൽ, പക്ഷേ ഇത്തവണ ഹാർഡ് ഹിറ്റിങ് ചെയ്യാതെ വളരെ സ്മൂത്തായി നല്ല രീതിയിലുള്ള ഗ്രൗണ്ട് ഷോട്ടുകൾ മാത്രം കളിച്ച് 6 ഫോറുകൾ നേടി 38 റൺസുമായി നല്ലൊരു തുടക്കം തന്നെ RR നേടി. ഇതുവരെ ഒരു അർദ്ധ സെഞ്ചുറി പാർട്ണർഷിപ്പ് പോലും ഇല്ലാത്ത അവരുടെ ഓപ്പണിംഗ് ജോഡിയായ യശസ്വി ജയ്സ്വാളും അതുപോലെ സഞ്ജു സാംസണും 89 റൺസുമായി വരെ പാർട്ണർഷിപ്പ് നിലനിന്നു. അതിനുശേഷമാണ് സഞ്ജുവിൻ്റെ വിക്കറ്റ് പോയത്. ഫെർഗൂസണാണ് സഞ്ജുവിൻ്റെ വിക്കറ്റ് എടുത്തത്. അതുപോലെ അവർക്ക് ബാക്കിയുള്ളവരൊക്കെ ഒരു ക്യാമിയോ പോലെ നന്നായി കളിച്ചെങ്കിലും വലിയൊരു സ്കോർ നേടാനില്ല. റിയാൻ പരാഗിന് ആദ്യമൊന്നും ബാറ്റ് നന്നായി വീശിയെങ്കിലും ഒന്നും പന്ത് കറക്റ്റായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയില്ല. എങ്കിലും അവസാനം നല്ല 2-3 ഷോട്ട് 6 അടിച്ച് സ്കോർ നല്ല രീതിയിൽ ഉയർത്തി. നിതീഷ് റാണയ്ക്ക് കഴിഞ്ഞ മാച്ച് പോലെ ഉയർന്ന സ്കോറിലേക്ക് എത്താൻ കഴിയില്ലെങ്കിലും ഒരു ക്യാമിയോമാതിരി 12 റൺസോളം അടിച്ച് പുള്ളിയും പോയി. അതേമാതിരി ഹിറ്റ്മെയറും നന്നായി കളിച്ചു. അങ്ങനെ ടോട്ടൽ 200-205 എന്ന സ്കോറിലേക്ക് അവർക്ക് എത്താൻ പറ്റി. അത് തീർച്ചയായും ചേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ഇതായിരുന്നു. എങ്കിലും പഞ്ചാബ് കിങ്സിൻ്റെ ഓപ്പണിംഗ് ജോഡി നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് ഉണ്ടായിരുന്നത്. ആർച്ചറുടെ ആദ്യ ഓവറിൽ ഫസ്റ്റ് ബോൾ തന്നെ അവരുടെ ഓപ്പണറായ ആര്യ എന്ന് പറയുന്ന ഒരു ഡൊമസ്റ്റിക് പ്ലെയറുടെ കുറ്റിയെടുത്താണ് ആർച്ചർ തുടങ്ങിയത്. ബാക്കിയുള്ള 4 പന്തുകളിൽ 2 ഫോറുകളുമായി ശ്രേയസ് അയ്യർ തിരിച്ചു വരാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. ലാസ്റ്റ് പന്തിൽ ശ്രേയസ് അയ്യറിൻ്റെ വിക്കറ്റും എടുത്ത് ആർച്ചർ 2 വിക്കറ്റ് തന്നെ ആദ്യ ഓവറിൽ നേടുകയുണ്ടായി. അതിനുശേഷം പവർ പ്ലേ അവസാനിക്കുമ്പോൾ തന്നെ അവർക്ക് 3 വിക്കറ്റുകൾ 46 റണ്ണിന് നഷ്ടപ്പെട്ടിരുന്നു. അതിനുശേഷം മാക്സ്വെല്ലും വടേരയും കൂടി ചേർന്ന് നല്ലൊരു അർദ്ധ സെഞ്ചുറി പാർട്ണർഷിപ്പ് ഉണ്ടാക്കിയാലും വിജയത്തിലേക്ക് എത്തിക്കാനായില്ല. അവസാനം തുടരെ വിക്കറ്റുകൾ വീഴുകയായിരുന്നു. എന്നിരുന്നാലും ഇവർക്ക് പഞ്ചാബ് കിങ്സിന് തുടർച്ചയായ 2 വിജയങ്ങളായതിനാൽ ഒരു തോൽവി മാത്രമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് അവർക്ക് തീർച്ചയായും തിരിച്ചു വരാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. അതിനു പുറമെ തന്നെ RRന് ഇത് പുതിയൊരു ഉണർവാണ് കിട്ടിയിരിക്കുന്നത്. കാരണം ആദ്യ 2 തോൽവികൾക്ക് ശേഷം തുടർച്ചയായി 2 ജയവും. സഞ്ജു സാംസണിൻ്റെ ക്യാപ്റ്റൻസി മികവ് എടുത്തു പറയുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഓരോരോ തീരുമാനവും ശരിവെക്കുന്ന രീതിയിലുള്ള പ്രകടനമാണ് അവരിൽ നിന്ന് ബോളേഴ്സ് കാഴ്ചവെച്ചത്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പന്തെറിഞ്ഞു. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ആർച്ചറും സന്ദീപ് ശർമ്മയും ഒക്കെ തന്നെ, അസറങ്കയും നന്നായി, തീക്ഷണ, ഇവരെല്ലാവരും നന്നായി പന്തെറിഞ്ഞു. ഇനിയുള്ള ബാക്കിയുള്ള മത്സരങ്ങളിലും അവർക്ക് ഈ ഒരു സ്റ്റാർട്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. യശസ്വി ജയ്സ്വാളും ഫോമിലേക്ക് വരുന്നതോടെ RR വീണ്ടും കരുത്തിലേക്കായി. അവരുടെ ബോളിങ്ങിനെ പഴി പറഞ്ഞ എല്ലാവരും ഇത്തവണ അവരുടെ ബോളിങ്ങിനെയും അംഗീകരിക്കേണ്ടി വന്നിരിക്കുകയാണ്. എന്തായാലും സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസിയിൽ ഈ രാജസ്ഥാൻ റോയൽസിന് ഏറ്റവും കൂടുതൽ വിജയം സമ്മാനിച്ച ക്യാപ്റ്റൻ എന്ന നിലയും സഞ്ജുവിൻ്റെ പേരുണ്ടായി. ഇനി തുടർന്നുള്ള മത്സരങ്ങൾക്കും അവർക്ക് ഇതിന് സാധിക്കട്ടെ.